ഹലോ ഗൈസ്, പവിത്രം സീരിയലിന്റെ ഈ ആഴ്ചയിലെ ഒരു കിടിലൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിനകത്ത് വിക്രം വേദയും മാത്രമാണുള്ളത്. എന്നിട്ട് വിക്രം പറയുന്നു, ഓ വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞ് വിക്രം അടുക്കളയിൽ പോയിട്ട് അവിടെയുള്ള പാത്രങ്ങൾ മൊത്തം തുറന്നു നോക്കും. അപ്പൊ എല്ലാ പാത്രവും കാലിയായി കിടക്കാണ്. എന്നിട്ട് വേദ ചോദിക്കാണ്, എന്താ വിക്രം, വിശക്കുന്നുണ്ടോ? അപ്പൊ വിക്രം വേദ അവിടെ ഒരു നോട്ടം നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അങ്ങനെ വിക്രം അവിടെയുള്ള മിച്ചറിന്റെ ടീന് തുറന്നു നോക്കുമ്പോ വേദ പറയും, വിക്രു അതിൽ മിച്ചർ ഉണ്ടായിരുന്നു, അത് ഞാനിപ്പോ കഴിച്ചു തീർത്തതേ ഉള്ളൂ. അപ്പൊ വിക്രം ചോദിക്കാണ്, എല്ലാ മിച്ചറും നീ തീർത്തോ? നീ എന്താടി മിച്ചർ കാണാതെയാണോ വന്നത്? വിക്രം, നിങ്ങൾക്കിപ്പോ വിശക്കുന്നുണ്ടെങ്കിൽ പറ, ഞാനൊരു ചായ ഇട്ട് തരാം. അത് കുടിച്ചു കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് കൂടിയുള്ള ഭക്ഷണം ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, അത് അപ്പോഴേക്ക് റെഡിയാകും. അപ്പോ വിക്രം പറയാണ്, ആർക്ക്? എനിക്കോ? നീ ഉണ്ടാക്കിയ ഫുഡോ? എനിക്കൊന്നും വേണ്ട. ഓ അങ്ങനെയാണോ? വിശന്നാൽ പുലി പുല്ലും തിന്നും എന്നൊക്കെ വേദ വിക്രമിന്റെ അടുത്ത് പറയുമ്പോ വിക്രം പറയാണ്, അത് പേപ്പറിൽ കാണുന്ന പുലിയാകും, ഈ പുലി അങ്ങനെയല്ല. ഇനി ഒരു 10 ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നാലും നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയത് ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം റൂമിൽ പോയിട്ട് കിടക്കാണ്. അങ്ങനെ ഒടുക്കം വേദ ഉണ്ടാക്കുന്ന കറിയുടെ എല്ലാം നല്ല സ്മെല്ലെല്ലാം വരും. അപ്പൊ വിക്രം ആകട്ടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്താ വിക്രം, വിശക്കുന്നുണ്ടോ? ഇനി ഒരു 20 മിനിറ്റ് മതി, ഇപ്പൊ ഫുഡ് റെഡിയാകും. അപ്പൊ വിക്രം, അതിന് എനിക്കൊന്നും വേണ്ടടി നിന്റെ ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഹാളിൽ ഇരുന്ന് വേദ ഫുഡ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഒടുക്കം വിശന്ന് സൈ കേട്ട് വിക്രം അടുക്കളയിലേക്ക് പോകുന്നു. എന്താ വിക്രു, ഫുഡ് ഇപ്പൊ റെഡിയാകും, ഇനി ഒരു 10 മിനിറ്റ് കൂടി മതി എന്ന് പറയുമ്പോ വിക്രം പറയുന്നു, എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ എനിക്കറിയാം, അതിന് എനിക്ക് നിന്റെ സഹായം ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ചോറ് വെക്കാനായിട്ട് പോവുകയാണ്. എന്നിട്ട് അരിയെല്ലാം നോക്കുമ്പോ കുറച്ചരി മാത്രമേ ഉണ്ടാവുള്ളൂ. എടി അരി ഇത്രേ ഉള്ളൂ? അതേ വിക്രം, അതേ ഉള്ളൂ, നിങ്ങൾക്കുള്ളത് എന്തായാലും ഉണ്ട് എന്നൊക്കെ പറയുമ്പോ വിക്രമാണ് അരിയെല്ലാം കഴുകാണ്. എന്നാൽ കഴുകുന്ന കൂട്ടത്തിൽ വേദം ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് ഏന്തി നോക്കുന്നുണ്ട് നമ്മുടെ വിക്രം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എന്ത് കറി വെക്കുമെന്ന കൺഫ്യൂഷനിലാണ് വിക്രം. എന്നിട്ട് പുളിയും വെജിറ്റബിൾസ് എല്ലാം വെച്ച് വിക്രം അവിടെ ഒരു കറിയെല്ലാം ഉണ്ടാക്കാൻ നിൽക്കുമ്പോ വേദ തന്റെ കറി വിക്രമിന്റെ നേരെ വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യാണ്. വാവ്, എന്താ ടേസ്റ്റ് വിക്രു, ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നോ എന്ന് ചോദിക്കുമ്പോ വിക്രം പറയും, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ കറി വെക്കുന്ന തിരക്കിലാണ്. അങ്ങനെ എടുക്കും വേദ വിക്രം ഫുഡ് ഉണ്ടാക്കുന്നത് നോക്കി നിൽക്കാണ്. എന്നിട്ട് പറയുന്നു, വിക്രു, നിങ്ങൾ ആരും ഉണ്ടാക്കാത്ത വെറൈറ്റി രീതിയിലാണല്ലോ ഫുഡ് ഉണ്ടാക്കുന്നത്, പിന്നെ നിനക്ക് മാത്രം ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്നാണ് വിചാരിച്ചത്, നീ കണ്ടു പഠിച്ചോ എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുകയെന്ന്. അപ്പൊ വേദ പറയാണ്, ഓക്കെ ഓക്കെ, ഞാൻ കണ്ടു പഠിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് വേദ അവിടെ ഇരുന്ന് ചിരിക്കാണ്. അങ്ങനെ ഒടുക്കം വിക്രം ചെയ്യുന്ന പൊട്ടത്തരങ്ങളെല്ലാം കണ്ട് വേദ പറയാണ്, അമ്പ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നത് എന്ന് പറയുമ്പോ വിക്രം അതവിടെ വലിയ അംഗീകാരമായി കണ്ട് തല ഉയർത്തി നിൽക്കാണ്. അങ്ങനെ ഒടുക്കം വിക്രം ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കുക്കറിലിട്ട് സ്റ്റവിൽ വെക്കാനായിട്ട് പോകുമ്പോ വിക്രമിന്റെ കയ്യിൽ നിന്ന് കുക്കർ താഴ്ത്തു വീഴുന്നു. എന്നിട്ട് വെജിറ്റബിൾസ് എല്ലാം താഴ്ത്തു പോകാണ്. അങ്ങനെ അതെല്ലാം കാണുന്ന വിക്രമിന് ആകെ ചടച്ചിട്ട് കുക്കറിന്റെ പിടിയെല്ലാം വലിച്ചെറിയാണ്. അപ്പോൾ വേദ ഓടി വന്നിട്ട് ചോദിക്കും, വിക്രം എന്തേലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോ മൊത്തം പോയി, സമാധാനമായില്ലേ നിനക്ക്, നീ കണ്ണു വെച്ചതാണ്. അപ്പോൾ വേദ പറയാണ്, കുക്കറിന്റെ പിടി ലൂസായതാണ്, അതിന് നിങ്ങൾ എന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറയുമ്പോ വിക്രം കട്ടകലിപ്പിൽ റൂമിലേക്ക് പോകുന്നു. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് വിക്രം റൂമിൽ സാഡായിട്ട് ഇരിക്കുമ്പോ വേദ ഫുഡും കൊണ്ട് വിക്രമിന്റെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് വിക്രമിന്റെ മുന്നിൽ വെച്ചിട്ട് കഴിച്ചിട്ട് പറയുന്നു, വാവ് അടിപൊളി സാമ്പാർ, എല്ലാം കറക്റ്റ് അളവ്, എന്താ ടേസ്റ്റ് എന്നൊക്കെ പറയുമ്പോ വിക്രം വേദ അവിടെ ഒന്ന് നോക്കുന്നു. അപ്പൊ വേദയാകട്ടെ വേദ ഉണ്ടാക്കിയ ഓരോ വിഭവങ്ങളും വർണ്ണിക്കുന്നു. എന്നിട്ട് വിക്രം വേദയെ നോക്കുമ്പോ വേദ ചോദിക്കാണ്, എന്താ വിക്രം, നിങ്ങൾക്ക് ഞാൻ ഊട്ടി തരട്ടെ? അപ്പൊ വിക്രം അവിടെ മുഖം തിരിക്കുന്നു. അങ്ങനെ വേദ ഫുഡെല്ലാം കഴിച്ചിട്ട് ഏമ്പക്കം വിട്ടിട്ട് പോയി വരാണ്. എന്നിട്ട് പായെല്ലാം വിരിച്ച് കിടക്കുന്നു. അപ്പൊ വിക്രം ആകട്ടെ വിശന്നിട്ട് ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കാണ്. അങ്ങനെ ഒടുക്കം വിക്രം എല്ലാം പതുങ്ങി അടുക്കളയിലേക്ക് പോകുന്നു. എന്നിട്ട് പാത്രങ്ങളെല്ലാം തുറന്നു നോക്കുമ്പോ അതിലൊന്നും കാണില്ല. എന്നിട്ട് ടേബിളിലേക്ക് നോക്കുമ്പോ വേദ വിക്രമിനുള്ള ഭക്ഷണം ഒരു പ്ലേറ്റിൽ എടുത്തു വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് കണ്ട വിക്രം ഓടിപ്പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ അതെല്ലാം കണ്ടുകൊണ്ട് വേദ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടാകും. എന്നിട്ട് വിക്രം ഫുഡെല്ലാം കഴിച്ചിട്ട് കൈ കഴുകാനായിട്ട് പോകുമ്പോ വേദ വിക്രമിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാണ്, ഫുഡൊക്കെ എങ്ങനെയുണ്ട്? അപ്പൊ വിക്രം ആകട്ടെ ആകെ ചമ്മിയ പോലെ നിൽക്കാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് വേദ പറയുന്നു, വിശക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ വെയിറ്റ് ഇടാതെ ആ ഫുഡ് പോയി കഴിച്ചുകൂടായിരുന്നോ? ഇനിയിപ്പോ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ലേ, അതുകൊണ്ട് ഒരു നന്ദി പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോ വിക്രം അവിടെ നിന്ന് പോകുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്ന അടുത്ത ഭാഗം, രാധ ഓട്ടോയുടെ ക്യാഷ് അടയ്ക്കാത്തത് കൊണ്ട് രാധയുടെ ഓട്ടോ അതിന്റെ ഓർഡർ കൊണ്ടുപോവാണ്. എന്നിട്ട് രാധ നിലവിളിച്ച് കരഞ്ഞിട്ടും പിടിച്ചിട്ടൊന്നും പൈസ അടയ്ക്കാതെ ഇനി വണ്ടി തരില്ല എന്ന് വണ്ടി കൊണ്ടുപോയവർ പറയുന്നു. അങ്ങനെ രാധ ദർശന്റെ അടുത്ത് പോയിട്ട് സഹായം ചോദിക്കാണ്, ദർശൻ സാറേ, എന്റെ വണ്ടി ഞാൻ അടവിനാണ് എടുത്തത്, 2 മാസമായിട്ട് ക്യാഷ് മര്യാദയ്ക്ക് അടച്ചു കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവരെന്റെ വണ്ടി കൊണ്ടുപോയി സാറേ, എങ്ങനെയെങ്കിലും അവരോട് സംസാരിച്ചിട്ട് എന്റെ വണ്ടി തിരികെ തരാൻ പറയണം, പണം ഞാൻ വേഗം അടച്ചോളാം, കുറച്ച് ടൈം തന്നാൽ മതി അവര്, സാറൊന്ന് സംസാരിക്കൂ എന്ന് ചോദിക്കുമ്പോ ദർശൻ പറയുന്നുണ്ട്, ഇതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല രാധ, അവരവരുടെ പണിയല്ലേ ചെയ്തത്. അപ്പൊ രാധ പറയാണ്, എനിക്ക് എന്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി, ആ ഓട്ടോ ഉള്ളത് കൊണ്ടാണ്
ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഇനി അതുകൂടി ഇല്ലാഞ്ഞാൽ എന്ന് പറയുമ്പോ എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട് രാധ. ബട്ട് ഇങ്ങനത്തെ കേസായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ദർശൻ പറയാണ്. അപ്പൊ രാധ അവിടെ നോക്കി പറഞ്ഞുകൊണ്ട് നിറ കണ്ണുകളോട് കൂടി പോകുന്നു. അങ്ങനെ ഒടുക്കം ദർശനൊരു സിമ്പതി എല്ലാം തോന്നി. രാധയുടെ വണ്ടിയുടെ ബാക്കി ക്യാഷ് ദർശൻ അടച്ചിട്ട് ആ വണ്ടി രാധയ്ക്ക് എടുത്തു കൊടുക്കാണ്. എന്നാൽ അടുത്ത ദിവസം അതിരാവിലെ തന്നെ തന്റെ വീടിന്റെ മുറ്റത്ത് തന്റെ ഓട്ടോ കണ്ടപ്പോ രാധയ്ക്ക് സന്തോഷമാകുന്നു. അങ്ങനെ ദർശന്റെ അടുത്ത് നന്ദി പറയുന്ന രാധയെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു അടിപൊളി എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ ഇതിന്റെ ബാക്കി റിവ്യൂ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതിനു മുന്നോടിയായി നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.